ന്യൂ ബോൺ ബേബീസിൻ്റെ നീ ക്യാപ്പാണ് ഞാൻ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്തിട്ടും കാണിക്കാൻ പോകുന്നത്. ഇത് 6 months മുതലാണ് ആവശ്യം. അപ്പോഴാണ് കുട്ടികൾ മുട്ടുകുത്തി ഇഴയാൻ തുടങ്ങുന്നത്. ഇത് ഒരു പെയറാണ് ആവശ്യം. ഞാനൊരു ഹാഫ് പെയർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ട സാധനങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്ന ക്ലോത്തായിരിക്കണം. ഞാൻ ബനിയൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് ഇൻ്റർലോക്കാണ്. 2 പീസ് വേണം. ടോപ്പും ബോട്ടും മെഷർമെൻറ്റിൽ ചെറിയ 1 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ടോപ്പിൽ 10 inches വിഡ്ത്ത്, ബോട്ടം 9 inches, ടോപ്പ് 10 inches, ലെങ്ത്ത് 7 inches. ഒരു പീസ് 2 mm ഫോം. രണ്ട് സൈഡും അടിക്കാൻ ഡബിൾ റിബ്. അത് ടോപ്പിൽ 8 inches, ടോപ്പിൽ 8 inches ലെങ്ത്തും 4 inches വിഡ്ത്തുമുള്ള ഒരു പീസ്. ബോട്ടം 7 inches ലെങ്ത്തും 4 inches വിഡ്ത്തുമുള്ള ഒരു പീസ്. ഇതാണ് മുകളിലും താഴെയും വെക്കേണ്ടത്. ഒരു പീസ് ഇവിടെ സൈഡിൽ പൈപ്പിംഗ് അടിക്കാൻ വേണ്ടി ഫൈൻ ക്ലോത്ത്. ഇത് ക്രോസ് പീസ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് തന്നെയാണ്. ബനിയനായതുകൊണ്ട് സ്ട്രെച്ച് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇതൊരു പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 inches എടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ടി വരില്ല. ഇവിടെ പൈപ്പിംഗ് അടിക്കാൻ വേണ്ടിയാണ്. ഇനി കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. രണ്ടും കൂടി, ഇത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫോൾഡായിട്ട് പോകുന്നത്. രണ്ടും കൂടി ഒന്നിച്ച് ഫോൾഡ് ചെയ്ത് സൈഡ് 2 inches മാർക്ക് ചെയ്യുക. 2 inches മാർക്ക് ചെയ്ത് ബോട്ടത്തുനിന്നും 2 inches മാർക്ക് ചെയ്യുക. ഇത് മിഡിൽ അറിയാൻ വേണ്ടി, മിഡിൽ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് ഇവിടുന്ന് 2 3/4 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് 2 inches മാർക്ക് ചെയ്തെടുത്തേക്ക് ഇത് മുട്ടിന് ബാക്കിൽ വരുന്ന സ്ഥലമാണ്. ഇതേപോലെ ഇവിടെ 2 inches മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇതിവിടെ കട്ട് ചെയ്യുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. 2 ക്ലോത്തിൻ്റെ നടുവിൽ മിഡിലിൽ ഫോം വെച്ചിട്ട് ഈ 4 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കുക. ഫസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് വലിച്ചടിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ
ഇത് ഓവർലോക്ക് ചെയ്യേണ്ടതാണ്. ഇത് സ്ട്രേറ്റ് സ്റ്റിച്ചിലാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഓവർലോക്കിൽ എല്ലാവർക്കും ഓവർലോക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഓവർലോക്ക് അടിച്ച് കാണിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ വലിച്ചൽ ഫുള്ള് കിട്ടണം, അല്ലെങ്കിൽ സോക്സ് ഇടുന്ന പോലെ ഇടേണ്ടതാണ്. അതുകൊണ്ട് ഇത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ ഇത് വലിച്ചു കൊടുക്കണം. ഇത് മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ബാക്കി വരുന്ന ഫോം കട്ട് ചെയ്ത് ഇനി ഈ 2 സൈഡും പൈപ്പിംഗ് അടിക്കുക. 2 സൈഡിലും പൈപ്പിംഗ് അടിക്കുക. പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 2 സൈഡും കൂടിയിട്ട് ചേർത്തടിക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്യണം, 2 സൈഡും. ജോയിൻ ചെയ്ത് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ റിബ് 2 ഭാഗവും കൂടി ജോയിൻ ചെയ്യുക. ഇത് നല്ല വശം, മോശം വശത്തുനിന്ന് ഇത് 2 ഭാഗവും ജോയിൻ ചെയ്യുക. റിബ് ചേർത്തടിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇത് നല്ല ഭാഗം 2 കൂടി ചേർത്ത് വെക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഇത് വലിച്ചുകൊണ്ട് ഇതേപോലെ ഇത് കണ്ട സ്ട്രെച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് സ്ട്രേറ്റ് സ്റ്റിച്ചിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഇല്ലെങ്കിൽ 2ഉം ഒന്നിച്ച് വെച്ചിട്ട് വെറുതെ അടിച്ചാൽ മതി. ഇത് ഫ്ലാറ്റ് ലോക്കിൽ അടിച്ചാലും മതി. നീ ക്യാപ്പ് റെഡിയായി. ഇത് ഇങ്ങനെ അടിച്ചതുകൊണ്ട് ഇത് കണ്ട ബേബിയുടെ സോക്സ് ഇടുന്നത് പോലെ ബേബിയുടെ കാലിനിട്ട് മുട്ട് ഇവിടെ വരണം. അപ്പോൾ മുട്ടിൻ്റെ പിന്നിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതാണ് മുട്ട്. ഇതേപോലെ ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. മുട്ടിലഴിയുമ്പോൾ ഇവിടെ ഒന്നും ബാക്കിലൊന്നും ഉണ്ടാവാൻ പാടില്ല, അതാണ് ഇവിടെ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തത്. ഇത് താഴെ വരുന്ന ഭാഗം. അപ്പോൾ എത്ര തടി ഉണ്ടെങ്കിലും നമുക്ക് സോക്സ് ഇട്ട് കൊടുക്കുന്നത് പോലെ വലിച്ചിട്ടിട്ട് മുട്ടുകുത്തി കഴിയുമ്പോൾ കുട്ടിക്ക് വേദനയാവില്ല. ചിലപ്പോൾ ചെറിയ പൊടികൾ ഒന്നും സംഭവിക്കില്ല. ഇത് ഏറ്റവും നല്ല ഉപകാരമുള്ള ഒരു ഐറ്റമാണ് ബേബീസിൻ്റെ. ഒരു പെയർ നീ ക്യാപ്പ്.